എപ്പിസോഡിന്റെ ഓപ്പണിംഗ് സീനില് ഇപ്പൊ നാഗട്ടോയെ കാണിക്കുന്നു. കോണവും പെണ്ണ് പറയും, നീ ഒരുപാട് സ്ട്രെസ് കൊടുക്കരുത്, കാരണം ഓൾറെഡി ചക്ര പവർ ഒരുപാട് ഉപയോഗിച്ച് നീ ഇപ്പൊ ടയേർഡാണ്. അതിന് കോണോൻ പറയും, പീസ് അതിപ്പോ എന്റെ കയ്യിലാണ്. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ ഫ്ലാഷ് ബാക്കില് കുട്ടപ്പനാവട്ടെ, അവനിപ്പോ ഉഷാറായിട്ട് ഗ്രാമത്തിലൂടെ മുൻപോട്ട് ഓടി വിളിച്ചു പറയും, ഞാനാണ് ഫ്യൂച്ചറിലെ ഫിഫ്ത്ത് ഹൊക്കാക, അതിനുവേണ്ടിയാണ് ഞാൻ ജീവിച്ചിരിക്കുന്നെന്ന് പറയുമ്പോ അത് കേട്ട് വേറൊരാള്, ഇതവനല്ലേ ആ നയൻ ടൈല്, അത് മറ്റാരുമല്ല ഹിനട്ടയുടെ മാസ്റ്ററാണ്. ഹിനട്ടക്കുട്ടപ്പി ചോദിക്കും, നയൻ ടൈലോ, അതെന്താ? അതിന് മാസ്റ്റർ പറയും, അവനോട് കൂട്ടുകൂടാൻ പാടില്ല, അവൻ വളരെ ബാഡാണ്, അവനോട് ഒരിക്കലും നീ മിണ്ടാനോ കൂട്ടുകൂടാനോ പാടില്ല. അവിടുന്ന് അങ്ങനെ ബ്ലാക്ക് ഔട്ട് ചെയ്ത ഹിനട്ടക്കുട്ടപ്പി ആ ഫ്ലാഷ് ബാക്ക് ഒക്കെ ആലോചിച്ച് അങ്ങനെ നിൽക്കാണ്. അപ്പൊ അതേ സമയം പെയിൻ അവൻ പറയും, എന്ത് വില കൊടുത്തും റിയൽ പെയിൻ എന്താണെന്ന് കാണിച്ചു കൊടുത്ത് സമാധാനം അത് ഞാൻ തിരികെ പിടിക്കും. അതിന് കുട്ടപ്പൻ ടെൻഷനായിട്ട്, നിർത്തിനടാ നീ, വീണ്ടും വീണ്ടും ഇതന്നെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണോ? എന്നോട് എന്റെ മാസ്റ്റർ പറഞ്ഞത് പരസ്പരം മനസ്സ് തുറന്ന് മറ്റുള്ളവരെ മനസ്സിലാക്കി കഴിഞ്ഞാ സമാധാനം അത് താനേ വരുമെന്നാണ്. വയലൻസിന് ഒരിക്കലും സമാധാനം അത് കൊണ്ടുവരാൻ കഴിയില്ല. കട്ട് ചെയ്ത ഹിനട്ട അവള് വീണ്ടും ഫ്ലാഷ് ബാക്കില് അവളുടെ പപ്പയുടെ അമ്മയുടെ കൂടെ ട്രെയിനിങ് എടുത്ത കാര്യങ്ങളെല്ലാം ഇപ്പൊ വീണ്ടും ആലോചിക്കും. അവളുടെ പപ്പ ആള് നല്ല സ്ട്രിക്റ്റ് ആണ്, അതുകൊണ്ട് തന്നെ അവൾ ഒരുപാട് കഷ്ടപ്പെട്ടും വേദന സഹിച്ചുമാണ് അവളുടെ ട്രെയിനിങ് അതെടുത്തോണ്ടിരുന്നത്. പിന്നീട് കുറച്ച് നാളുകൾക്ക് ശേഷം അവള് മാസ്റ്ററിന്റെ കൂടെ അക്കാദമിയിലേക്ക് വരും. അപ്പൊ അവള് വീണ്ടും ഒറ്റയ്ക്കിരിക്കുന്ന കുട്ടപ്പനെ കണ്ടുമുട്ടും. അത് അന്ന് കണ്ട പയ്യനല്ലേ, അവന്റെ പേരെന്താണെന്ന് അവള് മാസ്റ്ററിനോട് ചോദിക്കും. അതിന് മാസ്റ്റർ പറയും, അവൻ നയൻ ടൈലാണ്, അവന്റെ കൂടെ കൂട്ടുകൂടാനോ അവന്റെ അടുത്തേക്ക് പോകാനോ നിൽക്കരുത്, അത് വലിയ അപകടമാണ്. മതി അവനെ നോക്കി നിന്നതെന്ന് പറഞ്ഞ് മാസ്റ്റർ ഇപ്പോ അവളുടെ കൈ പിടിച്ച് മുൻപോട്ട് വലിക്കും. ഇപ്പൊ പ്രസന്റില് ഹിനട്ടെ ആവട്ടെ അതൊക്കെ ഓർത്ത് ഒരുപാട് വിഷമിക്കും. അപ്പൊ അതേ സമയത്ത് മറ്റൊരു ഭാഗത്ത് നെജിയും ടീമും ഗ്രാമത്തവളെ കാണും. ഇവിടെ ഈനോച്ചി പറയും, നമ്മുടെ മുൻപില് അധിക സമയമില്ല, ലീഫ് വില്ലേജിലുള്ള എല്ലാ വലിയ ബിൽഡിങ്ങുകളിലും നമ്മൾ ഉടനെ അന്വേഷിക്കണം. ഈനോച്ചി കക്ഷിയോട് പറയും, ലീഫ് വില്ലേജില് ഇപ്പൊ ജീവിച്ചിരിക്കുന്ന എല്ലാവരോടും ഈ ഒരു ഇൻഫർമേഷൻ നീ പാസ് ചെയ്യണം, എത്രയും പെട്ടെന്ന് നമുക്കവനെ കണ്ടുപിടിക്കണം. ഇവിടെ ഹിനട്ട അവള് വീണ്ടും ഫ്ലാഷ് ബാക്കിലെ ഓരോ കാര്യങ്ങളായിട്ട് ആലോചിച്ചു കൊണ്ടേയിരിക്കുകയാണ്. അവൾ അക്കാദമിയിൽ എത്തിയതിനു ശേഷം ഒരുപാട് ട്രെയിനിങ് എടുത്ത് പ്രാക്ടീസ് ചെയ്ത് ബോൾഡ് ആവാൻ ശ്രമിക്കും. അവളുടെ ഏറ്റവും വലിയ ആഗ്രഹം അവളുടെ അച്ഛനും അമ്മയും ആഗ്രഹിക്കുന്ന പോലെ ഹെഡ് ഫാമിലിയിലെ ഒരു സ്ട്രോങ് ഹെഡായി മാറുക എന്നതാണ്. പക്ഷേ എന്താ, അവൾ അവളുടെ അനിയത്തിയായി ഫൈറ്റ് ചെയ്ത് ഇപ്പൊ ദയനീയമായിട്ട് പരാജയപ്പെടും. അത് കണ്ട് അവളുടെ മാസ്റ്റർ ഷോക്കാവും. അവളുടെ പപ്പ ഒരുപാട് ഡിസപ്പോയിന്റഡ് ആയിട്ട് അവിടുന്ന് കടന്നു പോവും. ഇവളെപ്പോലൊരുത്തി ഹെഡ് ഫാമിലിക്ക് വലിയ അപമാനാണ്. അത് കേട്ട് അവളിപ്പോ കരയാണ്. അവൾ അങ്ങനെ കരഞ്ഞുകൊണ്ട് പുറത്തേക്ക് ഓടും. ഓടുന്നതിനിടയില് അവള് ഐസ്ക്രീം കഴിച്ചുകൊണ്ടിരുന്ന കുറച്ച് ചെക്കന്മാരെ ഇപ്പൊ ഇടിച്ച് താഴെയിടും. അവന്മാരാവട്ടെ അവളെയും തൂക്കിയെടുത്ത് വേറൊരു സ്ഥലത്തേക്ക് വരും. അവന്മാര് പറയും, ഇവളാ ഹ്യൂമ ക്ലാനിലെ പെണ്ണാണ്, നെജിയുടെ സിസ്റ്റർ. ഓൾറെഡി നെജി അവനൊരു മണ്ടനാണ്, അവനെ പോലെ തന്നെ ഇവളും ഒരു മരമണ്ടിയാണ്. നിനക്ക് നിന്റെ ക്ലാനിന്റെയും പവറിന്റെയും ജാടയാണോ? അതിനവള് പറയും, നിങ്ങൾ കരുതുന്ന പോലെ എനിക്ക് അത്ര വലിയ പവറൊന്നുമില്ല, ജാടയുമില്ല. അവരവളുടെ മുടി പിടിച്ച് വലിച്ച് ഇപ്പൊ അവളെ കൊണ്ട് മാപ്പ് പറയിപ്പിക്കും. അവളെ കൊണ്ടിപ്പോ അവരുടെ കാല് പിടിപ്പിക്കും. അവളുടെ കണ്ണിലൂടെ കണ്ണുനീര് അതങ്ങനെ ഒഴുകാണ്. കട്ട് ചെയ്ത പ്രസന്റില് ഇപ്പൊ യായിക്കോ പെയിൻ ആവട്ടെ, അവൻ ആ റാഡുകൾ മുഴുവൻ കുട്ടപ്പന്റെ ഓരോ ഭാഗത്തായിട്ട് കുത്തി തറച്ചു വെച്ചിരിക്കുകയാണ്. പെയിൻ പറയും, ഇനിയെങ്കിലും ഞാൻ പറയുന്ന കാര്യങ്ങള് അത് നീ മനസ്സിലാക്കണം. അത് കേട്ട് മാത്തവള അത് ടെൻഷനായിട്ട് വിളിച്ചു പറയും, കുട്ടപ്പ ദയവ് ചെയ്ത് അവൻ പറയുന്നത് കേൾക്കരുത്, മാമന്റെ ചൈൽഡ് പ്രോഫസിയാണ് നീ. മാമൻ, പാത്തവള, ഒക്കാകെ ലീഫ് വില്ലേജ് എല്ലാവരും നിന്നിലാണ് പ്രതീക്ഷ അർപ്പിച്ചിരിക്കുന്നത്. അത് കേട്ട് കലിപ്പ് കയറിയ യായിക്കോ ഇപ്പൊ മാത്തവളെ അങ്ങനെ പറത്തിയെറിയും. അപ്പൊ കറക്റ്റ് സമയത്ത് ഹിനട്ടക്കുട്ടപ്പി അവള് ചാടി വന്ന് പെയിനിനെ ഇടിച്ചിടാൻ ശ്രമിക്കും. പക്ഷെ അവൻ അവളെ വെട്ടിത്തിരിപ്പിച്ച് അവിടുന്ന് രക്ഷപ്പെടും. അവള് പെയിനോട് പറയും, ഇനി കുട്ടപ്പനെ തൊട്ടാ നീ വിവരം അറിയും. അതിന് നറൂട്ടോ പറയും, ഹിനട്ട ഓടിക്കോ, അവൻ ഭയങ്കര പവർഫുൾ ആണ്, അവന്റെ കയ്യിൽ പെട്ട അവൻ നിന്നെ കൊന്നുകളയും. അതിന് ഹിനട്ട പറയും, അതെനിക്ക് നന്നായിട്ട് അറിയാം, പക്ഷേ ഞാൻ എനിക്ക് വേണ്ടിയാണ് ഇവിടേക്ക് വന്നത്, ഞാൻ എന്തു വില കൊടുത്തും നിന്നെ രക്ഷിക്കുമെന്ന് പറയുമ്പോ കുട്ടപ്പൻ അവൻ വീണ്ടും വീണ്ടും അവളോട് കെഞ്ചാണ്, ദയവ് ചെയ്ത് നീ ഇവിടുന്ന് പോണം. ഹിരട്ട പതിയെ അവള് കുട്ടപ്പനെ നോക്കും, നീ കാരണമാണ് ഞാൻ എന്റെ തെറ്റുകളെല്ലാം തിരുത്തി ശരിയായ വഴിയിലൂടെ നടക്കാൻ തുടങ്ങിയത്. നിന്റെ ചിരി, സംസാരം അതെല്ലാമാണ്
അതൊക്കെ മാറ്റിമറിച്ചത്. ഈ ജീവിതം മുഴുവൻ എനിക്ക് നിന്റെ കൂടെ നടക്കാനാണ് ഏറ്റവും ഇഷ്ടം. എനിക്ക് നിന്നെ ഒരുപാട് ഇഷ്ടമാണ്. ഐ ലവ് യു നറൂട്ടോ. അത് കേട്ട് കുട്ടപ്പൻ അവൻ ഫ്ലാറ്റ് ആവും. ഇവിടെ ഹിനട്ട ആവട്ടെ, അവള് വമ്പൻ ആക്ഷനൊക്കെ ഇട്ട് ഇപ്പൊ പെയിനുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്. കുട്ടപ്പന് മനസ്സിലാവും പ്രശ്നം അത് വഷളാവുകയാണ്. കുട്ടപ്പൻ ഒരുപാട് കഷ്ടപ്പെട്ട് ആ റാഡുകള് അതൊന്നൊന്നായി പൊട്ടിക്കാൻ തുടങ്ങും. പക്ഷെ അപ്പോഴേക്കും പെയിൻ അവൻ ചാടി വന്ന് ഹിനട്ടക്കുട്ടപ്പിയെ ചവിട്ടി തെറിപ്പിക്കും. ഇതെന്റെ അവസാനത്തെ ചാൻസ് ആണ്, ഇവനെങ്കിലും രക്ഷപ്പെടുത്തണം എന്ന് പറഞ്ഞ് അവള് ചാടി എഴുന്നേറ്റ് കുട്ടപ്പന്റെ അടുത്തേക്ക് ഓടി വന്ന് ഒരു റാഡ് അവള് തല്ലി പൊട്ടിക്കും. അപ്പൊ വീണ്ടും പെയിൻ അവളെ തട്ടിത്തെറിപ്പിച്ച് ഇപ്പൊ തല്ലി കൊന്നോണ്ടിരിക്കുകയാണ്. അവള് ചാടി എഴുന്നേറ്റ് അവളുടെ കയ്യില് 2 സിംഹങ്ങളെ കൊണ്ടുവരും. അതുപയോഗിച്ച് അവൾ ഉഷാറായിട്ട് അവനെ അറഞ്ചം പുറഞ്ച് ഇട്ടിക്കും. എന്നിട്ട് വീണ്ടും കുട്ടപ്പന്റെ അടുത്തേക്ക് ഓടി വന്ന് അവന്റെ അടുത്തൊരു റാഡും തല്ലി തകർക്കും. പക്ഷെ പെയിൻ അവൻ വീണ്ടും അതിശക്തിയായിട്ട് ഹിനട്ടയുടെ വയറ്റില് അതിശക്തമായിട്ട് ചവിട്ടി അവളെ തെറിപ്പിക്കും. അത് കണ്ട് കുട്ടപ്പൻ നോ എന്ന് പറഞ്ഞ് അലറിക്കരയും. ഹിനട്ട ആവട്ടെ അവള് കറങ്ങി അടിച്ച് താഴെ വീഴും. അവള് വീണ്ടും ഇപ്പൊ ഫ്ലാഷ് ബാക്കിലേക്ക് പോവും. ഫ്ലാഷ് ബാക്കില് ആ ചെക്കന്മാര് അവളുടെ മുടിയിലൊക്കെ പിടിച്ച് വലിച്ച് അവളെ ചീത്തയൊക്കെ വിളിച്ച് അങ്ങനെ ഇൻസൾട്ട് ചെയ്തോണ്ടിരിക്കുകയാണ്. അപ്പൊ കറക്റ്റ് സമയത്ത് കുട്ടപ്പൻ അവിടേക്ക് ചാടി വീണ് ഇപ്പൊ അവന്മാരെ മിരട്ടാൻ തുടങ്ങും. ഇതവനല്ലേ ആ 9 tail പവറുള്ള മോൺസ്റ്റർ ചെക്കൻ. അത് കേട്ട് കുട്ടപ്പൻ ടെൻഷനായി നിർത്തിനടാ, ഞാൻ 9 tail മോൺസ്റ്റർ ഒന്നും അല്ല, ഞാനാണ് ലീഫ് വില്ലേജിലെ 5th ഹൊക്കാഗ. ജീവൻ വേണമെങ്കിൽ അവളെ വിട്ട് ഇപ്പൊ തന്നെ ഓടിക്കോ, അല്ലെങ്കിൽ നിങ്ങൾ എല്ലാവരും വിവരം അറിയും. അത് കേട്ട അവന്മാര് അവര് പൊട്ടിച്ചിരിക്കും. ഹിനട്ടയ്ക്കാണെങ്കിൽ ഒന്നും മനസ്സിലാവില്ല. അവനല്ലേ, ഇവൻ എന്തിനാ എന്നെ രക്ഷിക്കാൻ നോക്കുന്നേ? കുട്ടപ്പനുടനെ അവന്റെ ക്ലൗൺസിനെ ക്രിയേറ്റ് ചെയ്യാൻ നോക്കും. പക്ഷെ അവൻ കുഞ്ഞാണ്. അവന്റെ പവർ കറക്റ്റായിട്ട് ഉപയോഗിക്കാൻ കഴിയാതെ ഇപ്പൊ തളർന്ന് താഴെ വീഴും. അത് കണ്ട് വീണ്ടും ആ ചെക്കന്മാര് കുട്ടപ്പനെ നോക്കി പൊട്ടിച്ചിരിക്കും. കുട്ടപ്പൻ കഷ്ടപ്പെട്ട് എഴുന്നേറ്റ് ഇപ്പൊ അവന്മാരുമായിട്ട് ഫൈറ്റ് ചെയ്യാൻ തുടങ്ങും. അങ്ങനെ 2 ടീമും ഇപ്പൊ വമ്പൻ ആക്ഷൻസ് ഒക്കെ ഇട്ട് ഫൈറ്റ് ചെയ്യും. ഫൈറ്റിന്റെ അവസാനം ഹിനട്ടക്കുട്ടപ്പിയുടെ മാസ്റ്റർ അവിടേക്ക് വരും. അത് കണ്ട വില്ലൻ ചെക്കന്മാര് അവരോടി രക്ഷപ്പെടും. പക്ഷെ കുട്ടപ്പൻ അവൻ ഒരുപാട് അടികിട്ടി തളർന്ന് താഴെ വീണ് അങ്ങനെ കിടക്കുകയാണ്. മാസ്റ്റർ ഉടനെ ഹിനട്ടയുടെ കൈ പിടിച്ച് അവിടുന്ന് നടന്നു പോകാൻ ശ്രമിക്കും. അവിടുന്ന് അങ്ങനെ കട്ട് ചെയ്താ ഇപ്പൊ പ്രസന്റില് ഒരുപാട് അടികിട്ടി ഇപ്പൊ ഹിനട്ട അവള് ബോധം കെട്ടി കിടക്കുകയാണ്. അവളുടെ തൊട്ടടുത്തായിട്ട് കുട്ടപ്പൻ അവളുടെ കൈ പിടിച്ചു പറയും, ഇത് ഞാനാണ് നിന്റെ കുട്ടപ്പൻ, കണ്ണു തുറക്ക്. ഹിനട്ട അവള് വീണ്ടും ഇപ്പൊ ഒരുപാട് വേദനയില് കിടന്ന് പൊളയാൻ തുടങ്ങും. പക്ഷെ അതൊക്കെ സഹിച്ച് അവൾ എഴുന്നേറ്റ് വരും. ഇവളെ രക്ഷിക്കാൻ വേണ്ടി ഇപ്പൊ കുട്ടപ്പന്റെ അടുത്തേക്ക് നടക്കുകയാണ്. പക്ഷെ അവള് വീണ്ടും തളർന്ന് താഴെ വീഴും. പക്ഷെ നിരങ്ങി കുട്ടപ്പന്റെ അടുത്ത് ചെന്ന് അടുത്തൊരു റാഡ് കൂടെ അവള് വലിച്ചൂരാൻ ശ്രമിക്കും. പെയിൻ ആണെങ്കില് അതുകൊണ്ട് 1 സെക്കൻഡ് ഫ്രീസായി അവളെ തന്നെ നോക്കി നിൽക്കും. അവൾ ആ റാഡ് അത് വലിച്ചൂരുമ്പോ പെയിൻ ആവട്ടെ അവളെ പിന്നെയും പിടിച്ചു വലിച്ച് ദൂരത്തേക്ക് വലിച്ചെറിയും. യായിക്കോ കുട്ടപ്പനോട് പറയും, നിനക്ക് റിയൽ പെയിൻ അതെന്താണെന്ന് അറിയണമെങ്കില് ഇവളിപ്പൊ നിന്റെ കൺമുമ്പില് മരിച്ചു വീഴണം, അത് നിനക്ക് ഞാൻ കാണിച്ചു തരാന്ന് പറഞ്ഞ് ഒരു റാഡ് എടുത്ത് അവളുടെ വയറ്റിൽ തന്നെ കുത്തിയിറക്കും. കുട്ടപ്പന്റെ കണ്ണുനീരില് ഇപ്പൊ ചോര കലർന്ന് അവന്റെ 9 tail പവർ അത് പുറത്തേക്ക് വരും. ആ ഒരു പവറില് അവിടെ ചുറ്റും വലിയൊരു കൊടുങ്കാറ്റുണ്ടാവും. കുട്ടപ്പന്റെ 2 കണ്ണും തീഗോളായി അവൻ അലറിക്കരയുന്നതോടു കൂടെ ഈ ഒരു എപ്പിസോഡും അവസാനിക്കുന്നു.